നമസ്കാരം. പിണറായി ഭരിക്കുമ്പോൾ പേ വിഷബാധയേറ്റ 114 പേർ മരണപ്പെട്ടുവെന്ന് മന്ത്രി MP രാജേഷ്. നായയുടെ കടിയേറ്റ ചികിത്സ തേടിയത് ഏകദേശം 15.49 ലക്ഷം പേരാണ്. വർഷങ്ങളായി കേരളത്തിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവ് നായ ശല്യം. അത് നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ പരാജയമാണ് എന്ന കണക്കുകളാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഇപ്പോൾ നിരത്തിയിരിക്കുന്നത്. 2016 മുതൽ 2024 മെയ് 31 വരെ സംസ്ഥാനത്ത് പേ വിഷബാധ മൂലം 114 പേർ മരണപ്പെട്ടു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത്. ഈ വർഷം അതായത് 2024 ജനുവരി മുതൽ മെയ് വരെ മാത്രം മരണപ്പെട്ടത് ഏകദേശം 16 പേരാണ്. എന്നുവെച്ചാൽ ഒരു മാസം 3 പേരോളം കേരളത്തിൽ പേ വിഷബാധയേറ്റ് മരിക്കുന്നുവെന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. സംസ്ഥാനത്തെ പല ആശുപത്രികളിലും പേ വിഷബാധ തടയാനുള്ളതിനുള്ള വാക്സിനുകൾ ആവശ്യത്തിന് ലഭ്യമാകുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ഏറെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ്. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം 2024 മെയ് 31 വരെ നായകടിയേറ്റ ചികിത്സ തേടിയിട്ടുള്ളത് 15,49,195 പേരെന്നാണ് കണക്ക്. മാലിന്യ പ്രശ്നം പോലെ തന്നെ തെരുവ് നായ ശല്യം പരിഹരിക്കുന്നതിന് തദ്ദേശ വകുപ്പ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന നിയമസഭയിൽ വെച്ച ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകപ്പെടുകയാണ്. 2024 ജനുവരി മുതൽ മെയ് വരെ പട്ടികടിയേറ്റത് 1,26,337 പേർക്കാണ്. 2022 സെപ്റ്റംബറിലാണ് MP രാജേഷ് തദ്ദേശ എക്സൈസ് മന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നത്. തെരുവ് നായ ശല്യം പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായിട്ടുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നും വിപുലമായിട്ടുള്ള രീതികളിൽ തന്നെ പൊതുജന പങ്കാളിത്തത്തോടെ കൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുമെന്നുമൊക്കെയാണ് അന്ന് മന്ത്രി ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. തദ്ദേശ മന്ത്രിയായിരുന്ന MP ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിന് പിന്നാലെയാണ് അതായത് പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പോയതിന് പിന്നാലെയാണ് സ്പീക്കർ സ്ഥാനത്തിരുന്ന MP രാജേഷിനെ പിണറായി മുഖ്യമന്ത്രി മന്ത്രിയാക്കി മാറ്റുന്നത്. മാലിന്യ പ്രശ്നവും തെരുവ് നായ ശല്യവും അനുദിനം വഷളാകുന്ന സംസ്ഥാനത്ത് അത് പരിഹരിക്കപ്പെടേണ്ട തദ്ദേശ വകുപ്പിൽ ദയനീയമായ പ്രകടനമാണ് പിന്നീട് മന്ത്രി MP രാജേഷ് അങ്ങോട്ട് കാഴ്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലുള്ള ഇത്തരത്തിൽ വലിയൊരു പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഇന്നിപ്പോൾ വൃത്തിയുടെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. അതായത് കേരളത്തിൽ ശുചീകരണം വലിയ രീതിയിൽ മോശമാണ് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസത്തെ ജോയിയുടെ മരണം വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ ഇനി ഈ നായ പ്രശ്നം, അതായത് തെരുവ് നായകളുടെ ഈ ശല്യം വലിയൊരു പ്രശ്നമായി മാറും.